ചിലർ പറയുന്നു പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏലിയൻസ് ആണെന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്നു അടിമകളാണെന്ന്. അതിപ്പോൾ ആർക്കായാലും ഒരു സംശയം വരാം. കാരണം 2.5 ടൺ ഭാരമുള്ള 23 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഗിസയിലെ വലിയ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ കല്ലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ അന്നത്തെ കാലത്ത് വളരെ പ്രയാസകരമാണ്. അപ്പോൾ ഇത് ആരായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക? ഈ സംശയങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഒരു കെട്ടുകഥ മാത്രമാണ് ഏലിയൻസ് പിരമിഡ് നിർമ്മിക്കാൻ സഹായിച്ചെന്നുള്ളത്. സത്യത്തിൽ പിരമിഡ് നിർമ്മിച്ചത് ഏലിയൻസുമല്ല, അടിമകളുമല്ല. യഥാർത്ഥത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ തന്നെയാണ്. കാരണം പിരമിഡിനടുത്തായി ഗവേഷകർ കണ്ടെത്തിയ തൊഴിലാളികളുടെ ശവകുടീരങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ്. അവിടെ നിന്ന് കണ്ടെത്തിയ അവശിഷ്ടങ്ങളിൽ നിന്നും അവർ കഴിച്ചിരുന്നത് റൊട്ടി മാംസം അടങ്ങിയ ഭക്ഷണമാണ്. അടിമകൾ ഇത് കഴിക്കാൻ എന്തായാലും സാധ്യതയില്ല. കൂടാതെ പിരമിഡുകളിൽ നിന്ന് ലഭിച്ച രേഖകളിൽ നിന്നും കല്ലുകളെ മൂവ് ചെയ്യിക്കുന്നതിനുള്ള ടെക്നിക്കുകളെക്കുറിച്ചുള്ള വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ എത്രമാത്രം സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികളാണെന്ന്. പിന്നെ ഇവിടെ എന്തിനാണ് ഏലിയൻസിൻ്റെ ആവശ്യം? അവർക്കെന്ത് പ്രസക്തിയാണ് ഇവിടെ ഉള്ളത്?